ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ബിസിനസ് റെഗുലേഷനിലെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന ചാപ്റ്ററിലെ റൈറ്റ്സ് ഓഫ് എ കൺസ്യൂമർ എന്ന ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ്ലി വി വാണ്ട് ടു നോ ഹൂ ഈസ് എ കൺസ്യൂമർ. എ കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ദാറ്റ് ബൈസ് എ ഗുഡ്സ് ഫോർ കൺസംഷൻ. ഒരു കൺസ്യൂമർ എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു സാധനം വാങ്ങുന്നു, അയാൾക്ക് ഉപയോഗിക്കുന്നതിനായിട്ട് വാങ്ങുന്ന വ്യക്തിനെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. ദേ ഡോണ്ട് ബൈ ഗുഡ്സ് ടു സെൽ ദം അഗെയിൻ. ഒരിക്കലും അത് റീസെയിൽ പർപ്പസിന് വേണ്ടിയിട്ടല്ല കൺസ്യൂമർ സാധനങ്ങൾ വാങ്ങുന്നത്. ദ കൺസ്യൂമർ ഈസ് എ പേഴ്സൺ ഹു പേയ്സ് മണി നീഡഡ് ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്. സാധനങ്ങൾക്ക് മതിയായ വില നൽകി അവനവന് ഉപയോഗിക്കത്തക്ക വിധത്തിലാണ് കൺസ്യൂമേഴ്സ് സാധനങ്ങൾ വാങ്ങുന്നത്. Consumer Protection Act 1986. The Consumer Protection Act 1986 was an act of Parliament of India enacted in 1986 to protect the interest of consumers in India. It was replaced by the Consumer Protection Act 2019. 1986 ഇന്ത്യയിലുള്ള കൺസ്യൂമേഴ്സിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്ത്യൻ പാർലമെൻറ്റിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നൊരു നിയമം ആദ്യമായിട്ട് പാസ്സാക്കുന്നത്. ഇപ്പോൾ അത് 2019 അമെൻഡ് ചെയ്ത് അറിയപ്പെടുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്നുള്ളതാണ്. On July 20th, 2020, the new Consumer Protection Act 2019 came into force in India, replacing the previous enactment of 1986, and the new act overhauls the administration and settlement of consumer dispute in India. It provides for strict penalties, including jail terms for adulteration and for misleading advertisement. 2020 ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഒരുപാട് അഡീഷണൽ പ്രൊവിഷൻസുകൾ കൺസ്യൂമറിൻ്റെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. സാധനങ്ങളിൽ മായം ചേർക്കുന്നതിൽ നിന്നും അതേപോലെ തന്നെ തെറ്റായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് പ്രചരിപ്പിക്കുന്നതിനും കർശനമായിട്ടുള്ള ശിക്ഷകളാണ് 2019 ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. Then we are moving to the topic rights of a consumer. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 താഴെ പറയുന്ന റൈറ്റുകൾ, അവകാശങ്ങൾ കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ദ റൈറ്റ് ടു അക്വയർ ദ നോളേജ് ആൻഡ് സ്കിൽ ടു ബി ഇൻഫോംഡ് കൺസ്യൂമർ ത്രൂ ഔട്ട് ദ ലൈഫ്. Ignorance of consumers, particularly of rural consumer, is mainly responsible for their exploitation. They should know their right and must exercise them. Only then real consumer protection can be achieved with success. 1986 ആക്ട് കൺസ്യൂമറിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആദ്യത്തെ അവകാശമാണ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്നുള്ളത്. കൺസ്യൂമേഴ്സിന് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വ്യവസ്ഥകളെയും അതുപയോഗിക്കുന്നതിനെക്കുറിച്ചുമുള്ള എല്ലാവിധ ഇൻഫോർമേഷൻസുകളും എഡ്യൂക്കേഷൻസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അറിവില്ലായ്മയാണ് പലപ്പോഴും നമ്മളെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നതിന് വിധേയരാക്കുന്നത്. ആ ഒരു പ്രശ്നം ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശമാണ് റൈറ്റ് ടു കൺസ്യൂമേഴ്സിനെ അവബോധരാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് സ്വയം സംരക്ഷിക്കാനാകും. എന്തൊക്കെയാണ് അവരുടെ അവകാശങ്ങൾ എന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൺസ്യൂമറിലേക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷനിൽ പറയുന്നത്. Second rights of a consumer is right to information. That is, informed about the quality, quantity, potency, purity, standard and price of goods so as to protect the consumer against unfair trade practices. Consumers should insist on getting all the information about the product or service before making a choice or a decision. ഒരു സാധനം വാങ്ങുന്നതിന് മുമ്പ് ആ സാധനത്തിൻ്റേതായിട്ടുള്ള ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പ്യൂരിറ്റി എല്ലാവിധം ആയിട്ടുള്ള ഇൻഫർമേഷൻസും അറിയാനുള്ള അവകാശം ഒരു കൺസ്യൂമറിനുണ്ട്. അത് അന്വേഷിച്ച് അതിനെക്കുറിച്ച് അറിഞ്ഞ് സംതൃപ്തരായെങ്കിൽ മാത്രമേ ഒരു കൺസ്യൂമറിന് സാധനം വാങ്ങേണ്ടതായിട്ടുള്ള ആവശ്യകതയുള്ളൂ. തേർഡ് റൈറ്റാണ് റൈറ്റ് ടു സേഫ്റ്റി എന്ന് പറയുന്നത്. ദിസ് മീൻസ് ദ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ദ
marketing of goods and services which are hazardous to the life and property. കൺസ്യൂമേഴ്സിൻ്റെ ജീവനോ സ്വത്തിനോ ആപത്കരമായിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത അവകാശം എന്ന് പറയുന്നത്. ദ പർച്ചേസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് അവൈൽഡ് ഓഫ് ഷുഡ് നോട്ട് ഓൺലി മീറ്റ് ദ ഇമ്മീഡിയറ്റ് നീഡ്സ് ബട്ട് ഓൾസോ ഫുൾഫിൽ ദ ലോങ് ടേം ഇൻട്രസ്റ്റ്. ബിഫോർ പർച്ചേസിംഗ് ദ കൺസ്യൂമർ ഷുഡ് ഇൻസിസ്റ്റ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് ആസ് വെൽ ആസ് ഓൺ ദ ഗ്യാരണ്ടി ഓഫ് ദി പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. They should preferably purchase the quality marked product such as ISI, AGMARK, etc. അപ്പോൾ കൺസ്യൂമേഴ്സ് അവരുടെ ജീവനും അതേപോലെ തന്നെ സ്വത്തിനും ഒക്കെയുള്ള സംരക്ഷണം അവരുടെ അവകാശമായിട്ടാണ്. ഒരു ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ അവൈൽ ചെയ്തതുകൊണ്ട് ഒരിക്കലും ഒരു കൺസ്യൂമറിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഈ ഒരു റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി മാർക്കിങ്ങുകൾ ചെക്ക് ചെയ്തിട്ട് വേണം കൺസ്യൂമേഴ്സ് സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത്. ദാറ്റ് ഈസ് ദി റൈറ്റ് ടു സേഫ്റ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് റൈറ്റ് ഈസ് റൈറ്റ് ടു ചൂസ്. The right to choose assures the consumer to access a variety of goods and services and freedom to choose at competitive prices. എല്ലാ സാധനങ്ങളും സ്വതന്ത്രമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൺസ്യൂമേഴ്സിന് ഉപഭോക്താക്കൾക്ക് നൽകിയിട്ടുണ്ട്. മാർക്കറ്റിൽ അല്ലെങ്കിൽ ഷോപ്പുകളിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളും ചെക്ക് ചെയ്ത് സംതൃപ്തരായെങ്കിൽ മാത്രമേ കൺസ്യൂമേഴ്സിന് അത് വാങ്ങേണ്ടതുള്ളൂ. ആരുടെ പ്രേരണ കൊണ്ടും ഒരു ഗുഡ്സും ചൂസ് ചെയ്യേണ്ട എന്നുള്ളതാണ് ഈ ഒരു റൈറ്റിൻ്റെ പ്രത്യേകത. Then the fifth one is right to be heard. Means the consumer's interest will receive due consideration at appropriate forums. It also includes the right to be represented in various forums to consider the consumer's welfare. Right to be heard എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിന് പറയാനുള്ളത്. ചിലപ്പോൾ അവർ വാങ്ങിക്കഴിഞ്ഞിട്ടുള്ള സാധനങ്ങളിൽ അവർ ഉപയോഗിച്ച് കഴിയുമ്പോൾ സംതൃപ്തി കിട്ടണമെന്നില്ല. അപ്പോൾ അവർക്ക് പരാതികളുണ്ടാകാം. ഈ പരാതികളെല്ലാം പ്രോപ്പറായിട്ടുള്ള അതോറിറ്റികൾ കേൾക്കുകയും അതിനുള്ള പ്രശ്നപരിഹാര മാർഗങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദാറ്റ് ഈസ് ദ റൈറ്റ് ടു ബി ഹേർഡ്. അവർക്ക് പറയാനുള്ള പരാതികൾ രേഖാമൂലം കൊടുക്കാനുള്ള ഫോറംസുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. And the last one is the right to seek redressal. Means the right to seek redressal against unfair trade practices or unscrupulous exploitation of consumers. കൺസ്യൂമേഴ്സിനെ അമിതമായിട്ടുള്ള ചൂഷണങ്ങളിൽ വിധേയരായിട്ടുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അവകാശങ്ങളിൽ വരുന്നതാണ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ദ റൈറ്റ് ടു ഫെയർ സെറ്റിൽമെൻറ്റ് ഓഫ് ദ ജെനുവിൻ ഗ്രീവൻസ് ഓഫ് ദ കൺസ്യൂമർ. ദെൻ കൺസ്യൂമേഴ്സിനുണ്ടാകുന്ന അവർ വാങ്ങിയിട്ടുള്ള സാധനങ്ങളുമായിട്ടുണ്ടാകുന്ന പരാതികളിൽ നിന്ന് ശരിയായ രീതിയിൽ പരാതി കേൾക്കുകയും പരാതി പരിഹരിക്കുകയും ചെയ്യുന്നതിനുള്ള അവകാശം കൺസ്യൂമേഴ്സിനുണ്ട്. കൺസ്യൂമേഴ്സ് മസ്റ്റ് മേക്ക് എ കംപ്ലൈൻറ്റ് ഫോർ ദെയർ ജെനുവിൻ ഗ്രീവൻസസ്. കൺസ്യൂമേഴ്സിന് അവർ ഫേസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ടുള്ള ഫോറങ്ങളിലൂടെ കംപ്ലൈൻറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് കൺസ്യൂമർ കൗൺസിൽസുകൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് തലത്തിലും സെൻട്രൽ തലത്തിലും അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് തലത്തിലും കൺസ്യൂമർ ഫോറംസുകൾ സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പരാതികൾ കൊടുത്ത് പ്രശ്നപരിഹാരങ്ങൾ കൺസ്യൂമേഴ്സിന് നേടാവുന്നതാണ്. ദീസ് ആർ ദ വാരിയസ് റൈറ്റ്സ് ഓഫ് എ കൺസ്യൂമർ.